പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. സഭാപ്രസംഗകന്റെ പുസ്തകം 10-ാം അധ്യായം 18-ാം തിരുലിഖിതം. വീട്ടുടമസ്ഥൻ അശ്രദ്ധനായാൽ മേൽക്കൂര ഇടിഞ്ഞു വീഴും, അവൻ അലസനായാൽ പുര ചോരും. ഈ വചനത്തിൻ്റെ അത്ഭുത ശക്തിയാൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം നമ്മുടെ കുടുംബത്തിൻ്റെയും നമ്മുടെ ജീവിതത്തിൻ്റെയും കേടുപാടുകളെ തീർക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുത ഇടപെടലുകൾ തന്നെ. ഒരു വ്യക്തിയുടെ അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. ഞാൻ പുളുങ്ങുന്ന ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് ലിസമ്മ. എനിക്ക് 30 വർഷമായിട്ട് ഈ അലർജിയുടെ അസുഖം മൂലം ശ്വാസമുട്ടലും ചുമയും തുമ്മലുമായിട്ട് 30 വർഷം. ഇടയ്ക്കിടയ്ക്ക് 30 വർഷം അല്ലേ? 30 വർഷം അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എപ്പോഴും വന്നുകൊണ്ടിരുന്നു. ശ്വാസമുട്ടല്, അലർജി, തണുപ്പ് വരുമ്പം, തണുപ്പ് വരുമ്പോഴും പൊടിയടിക്കുമ്പോഴും പിന്നെ വെള്ളം വീഴുമ്പോഴും. അപ്പം ഡോക്ടർ പറഞ്ഞു, പിന്നെ നിങ്ങളുടെ മൂക്കിലൊരു ദശ വളർന്നു വരുന്നുണ്ട്, അത് ഓപ്പറേറ്റ് ചെയ്തെങ്കിലേ ഉള്ളൂ ഈ അസുഖം മാറുള്ളൂ, അല്ലാതെ എന്ത് മരുന്ന് കഴിച്ചാലും മാറത്തില്ലെന്ന് പറഞ്ഞു. മരുന്ന് കൊണ്ടൊന്നും ഇതൊന്നും പോണ ലക്ഷണമില്ല, അത് മൂക്കിലെ ദശ ഓപ്പറേറ്റ് ചെയ്ത് കളയണമെന്ന് ഡോക്ടർ പറഞ്ഞു. എനിക്ക് ഭയങ്കര ഭയമായിരുന്നു ഓപ്പറേറ്റ് ചെയ്യുന്ന, ഇത് ഭയങ്കര ഭയമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ എപ്പോഴും അഭിഷേകാഗ്നി ഞായറാഴ്ച കാണുന്ന ഇതിലൊക്കെ പ്രാർത്ഥിക്കുക. അത് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ അടുത്ത ഞായറാഴ്ച തൊട്ട് അത് മുടങ്ങാതെ കാണുക. അങ്ങനെ ഇരുന്നപ്പോഴാണ് 2011 അച്ഛൻ്റെ കുറുമ്പനാടത്ത് ഈ കൺവെൻഷൻ വന്നത്. കുറുമ്പനാടം ബൈബിൾ കൺവെൻഷൻ, കുറുമ്പനാടൻ പള്ളിയിൽ ഗംഭീരമായ ശുശ്രൂഷയായിരുന്നു 2011. അന്ന് എനിക്ക് ഇതുപോലെ വിഷമമായിരുന്നു, എങ്കിലും ഞാൻ ശ്വാസമുട്ടലായിരുന്നു. ശ്വാസമുട്ടലായതുകൊണ്ട് എങ്കിലും ഞാൻ പോയി. ശ്വാസമുട്ടലായിരുന്നു എങ്കിലും ശരി, എൻ്റെ സഭയിൽ പള്ളിയിലെ ശുശ്രൂഷയിലെ ഞാൻ പോകുന്നു പറഞ്ഞു. ആ ശ്വാസമുട്ടലോടുകൂടെ തന്നെ ഗ്രൗണ്ടിലേക്ക് ഇങ്ങോട്ട് വന്നു. അന്ന് പൊടി എന്ന് പറഞ്ഞാൽ ഗംഭീരം പൊടിയുള്ള ഒരു കാലമായിരുന്നു, അത് വേനൽക്കാലമായിരുന്നു. ആരാധനയുടെ സമയത്ത് ഞാൻ ഇരുന്ന് ഈശോയോട് പറഞ്ഞു, എൻ്റെ ഈശോയെ എൻ്റെ മൂക്കിലെ ഈ ദശ ഒന്ന് മാറ്റിത്തരണമേ എന്ന് ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് സ്തുതിപ്പിൻ്റെ സമയത്ത് അച്ഛൻ വിളിച്ചു പറഞ്ഞു, ഈ കൂട്ടത്തിൽ ഒരാളുടെ മൂക്കിലെ ദശ ഈശോ എടുത്തു മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കൈ ഉയർത്തി കൈയടിച്ചു. ഒരു സന്തോഷമൊന്നും അങ്ങനെയല്ല, കൈ ഉയർത്തി ശക്തിയോടെ. കുട്ടികൾക്കാണ് കൂടുതൽ സന്തോഷം. അപ്പോൾ ഞാനായിരിക്കണം എൻ്റെ ഈശോയെ അതൊന്ന് പ്രാർത്ഥിക്കുകയും ഞാനത് വിശ്വസിക്കുകയും ചെയ്തു. ഞാൻ വീട്ടിൽ പോയി 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അസുഖം എല്ലാം മാറി. പിന്നെ ഇന്ന് വരെ ശ്വാസമുട്ടലോ തുമ്മലോ പൊടിയൊക്കെ അടിച്ചാലും. 2011 കഴിഞ്ഞ് 12, 13, 13 വർഷം കഴിഞ്ഞ് പിന്നെ എനിക്കിങ്ങനെ ഒരു അസുഖം, ഇതേപ്പറ്റി ഒരു അസുഖവും എനിക്ക് ഉണ്ടായിട്ടില്ല ഇന്ന് വരെ. പിന്നെ അസുഖം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ ആരാധിച്ച് സ്തുതിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകം നിറയാൻ വേണ്ടിയുള്ള ഒരു അനോയിൻറ്റിങ് പ്രയറാണ് ഈ അഭിഷേകാഗ്നി ശുശ്രൂഷയുടെ ആമുഖത്തിൽ തന്നെ നടക്കുന്നത്. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഗാനം ആലപിക്കുമ്പോൾ ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. സന്തോഷത്തോടെ കരങ്ങളടിച്ച്
അഗ്നി അഗ്നി അഭിഷേകാഗ്നി Glory. ചൊരിയുക ആത്മാവിനഗ്നി. Fire, fire. അഗ്നി അഗ്നി അഭിഷേകാഗ്നി ചൊരിയുക ആത്മാവിനഗ്നി. യേശുവിൽ വളരാൻ തിന്മയെ ജയിക്കാൻ നിറയ്ക്കുക അഭിഷേകാഗ്നി. യേശുവിൽ വളരാൻ തിന്മയെ ജയിക്കാൻ നിറയ്ക്കുക അഭിഷേകാഗ്നി. യേശുവിനാത്മാവേ ദാഹിച്ച് ദാഹിച്ച് പരിശുദ്ധാത്മാവേ ഹൃദയം നുറുങ്ങി വിളിച്ച് അപേക്ഷിക്കുന്നു. യേശുവിനാത്മാവേ പരിശുദ്ധാത്മാവേ സ്വർഗീയ ശക്തിയാൽ നിറയ്ക്കൂ, വരദാന ഫലങ്ങൾ നൽകൂ. സ്വർഗീയ ശക്തിയാൽ നിറയ്ക്കൂ, വരദാന ഫലങ്ങൾ നൽകൂ. അഗ്നി അഗ്നി പരിശുദ്ധാത്മാവേ, അഭിഷേകാഗ്നി മക്കളുടെ മേൽ നിറയണമേ. ആത്മാവിനഗ്നി. ഈ കുടുംബങ്ങളുടെ മേൽ നിറയണമേ. അഗ്നി അഭിഷേകാഗ്നി ചൊരിയുക ആത്മാവിനഗ്നി. ഇരു കരങ്ങൾ ഉയർത്തി ദൈവമക്കൾ സ്തുതിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുകയാണ്. കൈകൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കുക. ഉറക്കെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പാപാന്ധകാരം നീക്കി വിശുദ്ധി നിറയ്ക്കാൻ ഇപ്പോൾ ഈ കുടുംബത്തിലേക്ക് വരണമേ. പാപാന്ധകാരം നീക്കി, പാപത്തിന്റെ ആധിപത്യം നീക്കി വിശുദ്ധിയുടെ അഭിഷേകം നിറയ്ക്കാൻ ഈ ശരീരത്തിലേക്ക് വരണമേ. പരിശുദ്ധാത്മാവേ, കരഞ്ഞു പ്രാർത്ഥിക്കുന്നു. പാപാന്ധകാരം നീങ്ങിടുവാൻ വിശുദ്ധി തന്മയ നിറയാ, ആത്മാവിൽ ജ്വലിച്ചിടുവാൻ അഭിഷേകം ഞങ്ങളിൽ വളരാ. വലിയ ആഗ്രഹത്തോടെ പാപാന്ധകാരം നീക്കിടുവാൻ വിശുദ്ധി തന്മയ നിറയാ, ആത്മാവിൽ ജ്വലിച്ചിടുവാൻ പരിശുദ്ധാത്മാവേ, അഭിഷേകം ഞങ്ങളിൽ വളരാ. വീണ്ടും ചൊരിയുക തീനാളങ്ങൾ, വീണ്ടും നൽകുക അടയാളങ്ങൾ. വീണ്ടും ചൊരിയുക തീനാളങ്ങൾ, വീണ്ടും നൽകുക അടയാളങ്ങൾ. ഇന്നീ കൂട്ടായ്മയിൽ, ഇന്നീ കൂട്ടായ്മയിൽ കൈകൾ ഉയർത്തി കൈയടിച്ച് യേശുവിനാത്മാവേ, ഉണർവോടെ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, യേശുവിനാത്മാവേ, പരിശുദ്ധാത്മാവേ, നിറയണമേ, നിറയണമേ. ശക്തിയാൽ മക്കളിലേക്ക് നിറയണമേ. വരദാന കുടുംബങ്ങളിലേക്ക് നിറയണമേ. ജീവിതങ്ങളിലേക്ക് നിറയണമേ. വിദ്യാർത്ഥിനികളിലേക്ക് നിറയണമേ. വരദാന രോഗികളിലേക്ക് നിറയണമേ. സ്വർഗീയ ശക്തിയാൽ നിറയ്ക്കൂ, വരദാന ഫലങ്ങൾ നൽകൂ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവേ ആരാധന, ഓ, അന്ധകാരത്തിന്റെ ബന്ധനങ്ങൾ തകരട്ടെ. വെറുപ്പിന്റെ കെട്ടുകൾ അഴിയട്ടെ. പോഷത്വം വിട്ടുമാറട്ടെ. ദൈവവചനത്തിൽ മല്ലടിക്കുന്ന അരൂപികളെ ശാസിക്കുന്നു, വിട്ടൊഴിയട്ടെ. ഗ്ലോറി, 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 ഗ്ലോറി. ഈ കുടുംബങ്ങളെയും മക്കളെയും ശല്യം ചെയ്യുന്ന ദുർബാധകളെയും ദുർബോധങ്ങളെയും ദുർശക്തികളെയും രോഗപീഠകളെയും കടബാധ്യതകളെയും തകർച്ചകളെയും കുടുംബ കലഹങ്ങളെയും ശാസിക്കുന്നു, വിട്ടുമാറി പോട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, നിറയണമേ, നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. സ്നേഹമുള്ള യേശുവേ, രോഗികളായ മക്കളെ ഇപ്പോൾ അവിടുന്ന് സ്പർശിക്കണമേ. കൈകളും കാലുകളും തളർന്നും വളരെ വേദനയിരിക്കുന്ന കുടുംബങ്ങളിൽ ഇപ്പോൾ അവിടുന്ന് കൈകൾ കൊണ്ട് തൊട്ട് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്വസ്ഥാനങ്ങളിലേക്ക് നമുക്ക് ശാന്തമായിട്ടിരിക്കാം. പെട്ടെന്ന് തന്നെ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവരും ചേർന്ന് ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. വിദ്യാർത്ഥിനികളെ അച്ഛൻ പ്രത്യേകം ഒന്ന് അഭിവാദനം ചെയ്യുകയാണ്. സ്കൂളൊക്കെ അടച്ച് എല്ലാവരും വലിയ വെക്കേഷൻ്റെ നല്ല ഇതിലാണെങ്കിലും ദൈവവചന സംബന്ധമായ കാര്യങ്ങളിൽ നമുക്ക് വെക്കേഷൻ ഇല്ല. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവഭക്തിക്കും
പ്രാർത്ഥനയ്ക്കും വെക്കേഷൻ ഇല്ല. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് എല്ലാ കാലത്തും ആറ്റുതീരത്ത് നട്ട മരം പോലെ എല്ലാ കാലത്തും ആത്മീയ കാര്യങ്ങളിൽ പടിപടിയായി നാം വളർന്ന് വരണമെന്നാണ് നമ്മളെക്കുറിച്ച് നമ്മുടെ ദൈവത്തിൻ്റെ ഇംഗിതമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്. യേശയ്യ പ്രവചനത്തിൽ 32-ാം അധ്യായം 5-ാം തിരുലിഖിതം, ഭോഷൻ ഇനിമേൽ ഉത്തമനായി കരുതപ്പെടുകയില്ല, വഞ്ചകനെ ബഹുമാന്യനെന്ന് വിളിക്കുകയുമില്ല. ആ വചനം നമുക്കൊന്ന് ഏറ്റു പറയാം. ഭോഷൻ ഇനിമേൽ ഉത്തമനായി കരുതപ്പെടുകയില്ല, വഞ്ചകനെ ബഹുമാന്യനെന്ന് വിളിക്കുകയുമില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അച്ഛനത് പറയുമ്പോൾ അച്ഛൻ വളരെ ബഹുമാന്യനായ ഒരു മാന്യദേഹത്തിൻ്റെ ഒരു അനുഭവമാണ് പങ്കുവെക്കാനുള്ളത്. അദ്ദേഹം എന്നോട് പറയുകയാണ്, അച്ഛാ, ഞാൻ ഞായറാഴ്ച പള്ളിയിൽ പോകാറില്ല. ഞാൻ കുർബാനയ്ക്കോ കുർബാന സ്വീകരണത്തിനോ കുംഭസാരത്തിനോ ഒരു സ്ഥാനവും കൊടുക്കുന്നയാളല്ല. എനിക്ക് ആ ചേട്ടനെക്കുറിച്ച് വളരെ വലിയ റെസ്പെക്റ്റാണ്. അദ്ദേഹം വളരെ നല്ല മനുഷ്യനെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ ഒരു ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അനുഭവം പറയുകയാണ്, ഇന്ന് വരെ ദേവാലയ കർമ്മങ്ങൾക്കോ പള്ളിക്കോ ഞായറാഴ്ച ആചരണങ്ങൾക്കോ ഞാൻ ഒരു സ്ഥാനവും കൽപ്പിച്ചിരുന്നില്ല. ഞാൻ ചോദിച്ചു, ചേട്ടാ എന്താ കാരണം? വൈദികരോട് എന്തെങ്കിലും വിരോധമുണ്ടോ? അതുമല്ലെങ്കിൽ വല്ല യുക്തിവാദികളുടെ സംഘത്തിൽ വല്ല ചേർന്ന ആളാണോ? അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ പള്ളിയോട് വല്ല വെറുപ്പുണ്ടോ? ആ ചേട്ടൻ പറഞ്ഞു, അച്ഛൻ പറഞ്ഞ ഈ ഒരു കാരണങ്ങളും എൻ്റെ ജീവിതത്തിൽ ഇല്ല. എനിക്ക് ആവശ്യമില്ലാത്ത ചീത്ത കൂട്ടുകെട്ടുകളൊന്നുമില്ല. എനിക്ക് വൈദികരോട് നല്ല ഫ്രണ്ട്ഷിപ്പാണ്, വൈദികരുമായിട്ട് നല്ല അടുപ്പമാണ്. എനിക്ക് പള്ളിക്ക് വേണ്ടി എന്ത് സഹായം ചെയ്യുന്നതിലും സന്തോഷം മാത്രമേ ഉള്ളൂ. ഞാനൊരു നല്ല കുടുംബത്തിൽ നിന്ന് വന്ന ആളാണച്ചാ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഞാൻ അതിശയിച്ചു. ഞാൻ ചോദിച്ചു, പിന്നെ എന്തുകൊണ്ടാണ് ഞായറാഴ്ച ആചരണങ്ങളോടും വിശുദ്ധ കുർബാന സ്വീകരണത്തോടും ദേവാലയ കർമ്മങ്ങളോടും ഒരു റെസ്പെക്റ്റ് ഇല്ലാത്തത്? അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അച്ഛാ, എനിക്കിപ്പോൾ 45 വയസ്സിൻ്റെ അടുത്തെത്തി. ഞാൻ അറിയപ്പെടുന്നൊരു നല്ല രാഷ്ട്രീയ നേതാവാണ്, ഞാൻ അറിയപ്പെടുന്നൊരു പൊതുപ്രവർത്തകനാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾ എൻ്റെ ദൈവം എൻ്റെ കരങ്ങളിലൂടെ ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. എൻ്റെ ദൈവത്തെക്കുറിച്ച് എനിക്ക് ഹൃദയത്തിൽ 1000 ബോധ്യമാണുള്ളത്. എന്ത് കാര്യത്തിലും ഞാൻ പ്രാർത്ഥിച്ചേ ഓരോ കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ. എല്ലാ രാത്രിയും പ്രാർത്ഥിച്ചേ ഞാൻ കിടക്കുകയുള്ളൂ. പക്ഷേ പള്ളിയിലെ കാര്യങ്ങൾക്ക് പോകുന്നില്ലെന്നേ ഉള്ളൂ. അതിൻ്റെ കാരണമുണ്ട് അച്ഛാ, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അങ്ങനെ നല്ല 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ വീടുണ്ടായിരുന്ന, എൻ്റെ തറവാടുണ്ടായിരുന്ന പ്രദേശത്ത് ആ ഇടവകയിൽ നല്ല ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ആ ഡോക്ടർ ഞങ്ങൾ വളരെ ബഹുമാനിക്കുന്ന ഒരു ഡോക്ടറായിരുന്നു. സൽസ്വഭാവിയായ ഡോക്ടറാണ് അദ്ദേഹം. രോഗികൾക്ക് വേണ്ടി അത്രയും അത്യുദ്ധാനം ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പക്ഷെ അദ്ദേഹം പള്ളിയിൽ പോകുകയല്ല. അപ്പോൾ ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അദ്ദേഹത്തോട് ചോദിച്ചു, ഡോക്ടർ ഇത്രയും നല്ല ഡോക്ടറായിട്ട് ഡോക്ടർ എന്തുകൊണ്ടാണ് പള്ളി വരാത്തത്? ഡോക്ടർ പറഞ്ഞു, ഞാൻ പള്ളി വരാതിരിക്കുന്നവർ ഞാൻ സമയം കിട്ടുമ്പോൾ പള്ളി വരും. എൻ്റെ ഇതനുസരിച്ച് ഇങ്ങനെയാണ്, പള്ളിയിലൊന്നും അല്ല ദൈവം ഇരിക്കുന്നത്. ദൈവം ഇരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്. പിന്നെ പാവങ്ങളെ ശുശ്രൂഷിച്ചാൽ മതി. ഈ പാവങ്ങളെ ശുശ്രൂഷിക്കാൻ മതി. അപ്പോൾ പള്ളി ഞായറാഴ്ച പോയെന്ന് വിചാരിച്ചിട്ട് കാര്യമുള്ള കാര്യമൊന്നുമല്ല. ആ സമയം കൊണ്ട് 2 പാവങ്ങളെ ശുശ്രൂഷിക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണം സ്വർഗത്തിൽ നമുക്കുണ്ടാവും. അല്ലാതെ എന്നും ഇങ്ങനെ പള്ളിയിൽ പോയിരുന്നിട്ട് എന്താ കാര്യം? എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോയിരുന്നു, അല്ലെങ്കിൽ എല്ലാ ഒക്ടോബർ മാസത്തിൽ കൊന്ത നമസ്കാരത്തിന് പോയി, അല്ലെങ്കിൽ അങ്ങനെ മണിക്കൂറുകളും ദിവസങ്ങളും പള്ളിയോട് ബന്ധപ്പെട്ട് ജീവിച്ചിട്ട് എന്താ കാര്യം? അതല്ല, എൻ്റെ വിശ്വാസം എങ്ങനെയാണ്? ഹൃദയത്തിലാണ് ദൈവം ഇരിക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും പാവങ്ങൾ എന്തെങ്കിലും ദൈവത്തിന് ചെയ്യണമെങ്കിൽ പാവങ്ങൾക്ക് ചെയ്താൽ മതി. ഇദ്ദേഹം ഈ ഡോക്ടറെ വളരെ റെസ്പെക്റ്റ് ചെയ്തിരുന്നത് കൊണ്ട് ഈ കുട്ടിയുടെ ഹൃദയത്തിലേക്ക് ഇതങ്ങോട്ട് പതിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കുട്ടി വളർന്നു. അവൻ കോളേജിൽ ചെന്നു, അവൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് മുന്നേറി, അവൻ രാഷ്ട്രീയ രംഗത്ത് കയറി, അവൻ പൊതുപ്രവർത്തകനായി. അവൻ്റെ ഉള്ളിൽ അവൻ്റെ നിറഞ്ഞു നിൽക്കുന്നൊരു ബോധ്യം ഇതാണ്: പള്ളിയിൽ പോയിരുന്നിട്ട് കാര്യമില്ല, ഇങ്ങനെ എപ്പോഴും അങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോയിരുന്നിട്ട് കാര്യമില്ല, അങ്ങനെ അതിനുള്ള വിശ്വാസം എല്ലാം അങ്ങോട്ട് പോയി.
അവനൊറ്റ വിചാരമുള്ളൂ, നന്മ ചെയ്യുക. അതാണ് കാര്യം. ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ്. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരി, ഈ 45 വയസ്സിനുള്ളിൽ എത്രയോ ആത്മീയ കാര്യങ്ങൾ അല്ലെങ്കിൽ ആരെങ്കിലും അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പനമ്മമാർ സംസാരിച്ചു, മാതാപിതാക്കൾ, ജീവിത പങ്കാളി സംസാരിച്ചു, മക്കൾ സംസാരിച്ചു, ബന്ധുക്കൾ സംസാരിച്ചു, വികാരിച്ചമാർ സംസാരിച്ചു, പലരും ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു. എന്നാൽ ഈ ഒരു ബോധ്യമുള്ളത് കൊണ്ട് അവർ പറയണതൊന്നും ഈ മനുഷ്യൻ്റെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇദ്ദേഹം ഒരു ധ്യാനത്തിന് വരുന്നത്. ധ്യാനത്തിൽ വെച്ച് ദൈവവചനങ്ങൾ കേട്ടു, പരിശുദ്ധാത്മാവ് വന്നു. ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനവും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും ഈ മനുഷ്യൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചു. ഈ മനുഷ്യൻ നിലവിളിച്ച് പാവിട്ട് കരഞ്ഞ് നിലവിളിച്ച് കുമ്പസാരിച്ചിട്ട് അദ്ദേഹം പറയാണ്, ഈ 45 വർഷക്കാലം എന്നെ ഭരിച്ചിരുന്ന ഒരു നുണചിന്ത, ലോകം വിതച്ച ഒരു കള, അതിൻ്റെ പൈശാചികമായ കുതന്ത്രം എനിക്ക് മനസ്സിലായച്ചാ. ഞാൻ എത്രയോ വഴിതെറ്റി നടന്ന മനുഷ്യനാണ്, എൻ്റെ ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് എത്രയോ അകന്നുപോയ മനുഷ്യനാണെന്ന് പറഞ്ഞ് അദ്ദേഹം പ്രിയപ്പെട്ട മക്കളെ ഹൃദയം നുറുങ്ങി അനുദപിച്ച് പൊട്ടിക്കരഞ്ഞ് കുമ്പസാരിച്ചിട്ട് അദ്ദേഹം എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയായിരുന്നു, ഇതായിരുന്നു ഇന്ന് വരെ എന്നെ ഭരിച്ചിരുന്ന ചിന്ത. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ ലോകം വിതച്ച അനേകം കളവചനങ്ങളുണ്ട്. ഞാനും നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ, കോളേജിൽ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ നല്ല ഫ്രണ്ട്സുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ചില പുസ്തകങ്ങൾ വായിക്കുമ്പോൾ, ഫിലോസഫിക്കലായിട്ടുള്ള ചില മേഖലകളിലൂടെ കടന്നു പോകുമ്പോൾ, അങ്ങനെ നോവലുകൾ വായിക്കുമ്പോൾ, സിനിമകൾ കാണുമ്പോൾ, ലോകം നമ്മുടെ ഉള്ളിൽ ദൈവം വിതച്ചിരിക്കുന്ന നിഷ്കളങ്കമായ വിശ്വാസം നശിപ്പിക്കുന്ന, ദൈവം വിതച്ചിരിക്കുന്ന നിഷ്കളങ്കമായ വിശുദ്ധി നശിപ്പിക്കുന്ന ഒരുപാട് തരത്തിലുള്ള കളവചനങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വിതയ്ക്കും. ഈ കളവചനങ്ങൾ അത് കളയാണെന്നും അത് ദൈവത്തിനോടുള്ള ബന്ധം നമ്മളെ നശിപ്പിക്കുന്നുവെന്നും നമ്മൾ അറിയുകയില്ല. അത് ഒരു പിശാചിന്റെ കുതന്ത്രമാണ് എന്നാണ് ദൈവവചന പ്രകാരം നമ്മൾ മനസ്സിലാക്കുന്നത്. ഒന്ന് ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നാം അവന്റെ കുതന്ത്രങ്ങളെ പറ്റി അറിവില്ലാത്തവരല്ലല്ലോ എന്ന് ശ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൽ വളരാൻ, വിശ്വാസത്തിൽ വളരാൻ, വിശുദ്ധി വളരാൻ, പ്രാർത്ഥന വളരാൻ ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. എൻ്റെയും നിങ്ങളുടെയും ദൈവവുമായുള്ള ബന്ധം നശിപ്പിക്കാൻ പിശാച് ഉപയോഗിക്കുന്ന കുതന്ത്രങ്ങളെ കുറിച്ച് ഞാനും നിങ്ങളും തിരിച്ചറിവുള്ളവരായിരിക്കണം. നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ മനുഷ്യൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, ഇപ്പോഴാണ് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ദൈവവുമായുള്ള ബന്ധം നശിപ്പിച്ച ഒരു അടിസ്ഥാന തിന്മയെ കണ്ടെത്തിയത് ഇപ്പോഴാണെന്ന് പറഞ്ഞ് അദ്ദേഹം അനുദപിച്ച് അദ്ദേഹം ദേവാലയത്തോടും വിശുദ്ധ കർമ്മത്തോടും നല്ല ബന്ധമുള്ളൊരു മനുഷ്യനായി. അദ്ദേഹം അന്ന് തൊട്ട് അനേകം പേരെ പഠിപ്പിക്കുന്ന, ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു ദൈവരാജ്യ ശുശ്രൂഷകനുമായി അദ്ദേഹത്തിന് പൊതുപ്രവർത്തനം തുടരുന്നു. അതിൻ്റെ കൂടത്തിൽ അനേകം വിശുദ്ധിയിലേക്ക് നയിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ ഒരു ശുശ്രൂഷകനായി രൂപാന്തരപ്പെട്ടു. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൽ 27-ാം തിരുലിഖിതം, ഓരോ തലമുറയിലുമുള്ള വിശുദ്ധ ചേതനകളിലേക്ക് ജ്ഞാനം പ്രവേശിക്കുന്നു, അവരെ ദൈവമിത്രങ്ങളും പ്രവാചകരുമാക്കി മാറ്റുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അച്ഛന് വളരെ ഫ്രണ്ട്ഷിപ്പുള്ള എൻ്റെ നല്ലൊരു അച്ഛൻ്റെ ഒരു അനുഭവം നിങ്ങളോട് പറയാം. ആ അച്ഛൻ നോർത്ത് ഇന്ത്യയിൽ വളരെ ബഹുദൂരം അകലെയുള്ളൊരു സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യുന്നൊരു അച്ഛനാണ്. അച്ഛൻ അട്ടപ്പാടി സെഗ്യോൻ ധ്യാന കേന്ദ്രത്തിൽ വൈദികരുടെ ധ്യാനത്തിന് 2 ആഴ്ചകളിലായി 2 തവണ വന്ന് കൂടിയിട്ടുണ്ട്, വൈദികരുടെ താമസിച്ചുള്ള ധ്യാനത്തിന്. ആ അച്ഛൻ്റെ ജീവിതത്തിൽ ലോകം വിതച്ചിട്ടൊരു കള വഴി അച്ഛനുണ്ടായ ഒരു ബന്ധനം അച്ഛനോട് പങ്കുവെക്കുകയുണ്ടായി. അത് ഞാൻ നിങ്ങളോട് തുറന്നു പറയാം. ഇതാണ് അച്ഛൻ എഴുതിയിരിക്കുന്നത്. അച്ഛൻ തന്നെ അച്ഛൻ്റെ സ്വന്തം കൈപ്പടയിൽ ഒരു ലെറ്റർ എഴുതി എനിക്ക് തന്നിരിക്കുകയാണ്. അച്ഛൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ മെയ് മാസത്തിൽ വൈദികർക്ക് വേണ്ടിയുള്ള ധ്യാനത്തിൽ പങ്കെടുത്തിരുന്ന ഒരു അച്ഛനാണ്. ഞാൻ എൻ്റെ 2ാമത്തെ ധ്യാനമാണ് അവിടെ അട്ടപ്പാടിയിൽ കൂടുന്നത്. ഈ ധ്യാനത്തിൽ എനിക്ക് വലിയ അഭിഷേകം ഉണ്ടായി. പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്തോ ഒരു വലിയ തേങ്ങ പൊതിഞ്ഞു കെട്ടി കിട്ടിയ മാതിരിയുള്ള ഒരു അനുഭവമായിരുന്നു എൻ്റേത്. എൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഞാൻ നിങ്ങളോട് പങ്കുവെക്കാം. വചനത്തിനും പ്രാർത്ഥനയ്ക്കെല്ലാം സ്ഥാനം കൊടുക്കുന്ന വ്യക്തിയായിരുന്നെങ്കിലും വചന ശുശ്രൂഷകരെ കുറിച്ച് എൻ്റെ മനസ്സിൽ തെറ്റായ ചിന്ത ലോകം വിതച്ചിട്ടുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഈ വട്ടായിൽ അച്ഛനെ കുറിച്ച്. അതുകൊണ്ട് അച്ഛൻ്റെ ഒരു കൺവെൻഷൻ കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ വന്നപ്പോൾ ഞാൻ കുറേ സിസ്റ്റേഴ്സിനോട് പറഞ്ഞു, അത് പോകണ്ട, അതൊരു തട്ടിപ്പാണ്, അതിന് പോകണ്ട എന്ന് പറഞ്ഞു. ആ സിസ്റ്റേഴ്സ് എൻ്റെ വാക്ക് കേട്ട് ധ്യാനത്തിന് പോയതുമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, താമസിച്ച് ധ്യാനം കൂടി
ദൈവവചനം കേട്ട് പരിശുദ്ധാത്മാഭിഷേകം നിറഞ്ഞപ്പോൾ എന്നിൽ പ്രവർത്തിച്ചിരുന്ന ലോകത്തിൻ്റെ ദുരുപദേശത്തെക്കുറിച്ച് എനിക്ക് തിരിച്ചറിവ് ലഭിച്ചു. ഞാൻ പൊട്ടിക്കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഞാൻ വേഗം വട്ടായിലച്ചൻ്റെ അടുത്തേക്ക് പോയി. ധ്യാന ദിവസങ്ങളിൽ അച്ഛനോട് നേരിട്ട് ഈ വിഷയം പറയുകയും അച്ഛനോട് ഞാൻ ക്ഷമ ചോദിക്കുകയും ചെയ്തു. അച്ഛൻ എന്നോട് ക്ഷമിച്ച് എന്നെ വാരിപ്പുണർന്ന് ഞങ്ങൾ വലിയ സ്നേഹിതന്മാരായി മാറി. പക്ഷേ അതുകൊണ്ടൊന്നും പരിശുദ്ധാത്മാവിൻ്റെ ഉണർവ് എൻ്റെ മേൽ നിറഞ്ഞില്ല. കൗൺസിലിംഗ് സമയത്ത് കൗൺസിലിംഗ് നടത്തിയ വ്യക്തി പറഞ്ഞു, അച്ഛന് വലിയ അഭിഷേകങ്ങളും കൃപകളും ദൈവം തരുന്നു. എനിക്കും അങ്ങനെ തോന്നി, പക്ഷെ എനിക്കൊന്നും കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ധ്യാനം കഴിഞ്ഞ് നോർത്ത് ഇന്ത്യയിലേക്ക് മടങ്ങുകയാണ്. അങ്ങനെ ഞാൻ വിഷമിച്ച് ട്രെയിനിലിരിക്കുകയാണ്. ട്രെയിൻ കാസർഗോഡ് എത്തിയപ്പോൾ ഞാൻ അവിടെ ഇറങ്ങി. എനിക്ക് ടിക്കറ്റ് നോർത്ത് ഇന്ത്യയിലേക്ക് ആയിരുന്നെങ്കിലും ഞാൻ ടിക്കറ്റ് പോയ പോലെ ഞാൻ അവിടെ ഇറങ്ങി. നേരെ അടുത്തുള്ള ഒരു ആശ്രമ ദേവാലയത്തിലേക്ക് കുമ്പസാരിക്കാൻ വേണ്ടി പോയി. അവിടെ ചെന്ന് അവിടെ ഉണ്ടായിരുന്നൊരു വൈദികനോട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ദുരുപദേശങ്ങൾ കൊടുത്തതിനെക്കുറിച്ചും മറ്റൊരച്ഛനെക്കുറിച്ച് ദുഷിച്ച് പറഞ്ഞതിനെക്കുറിച്ചും ദൈവരാജ്യ വചനങ്ങളെ തെറ്റായ വിധത്തിൽ അത് പൊട്ടയായ വിധത്തിൽ നോക്കിയതിനെക്കുറിച്ചും ഞാൻ അവിടെ അച്ഛനോട് സംസാരിച്ചു. അച്ഛനോട് പറഞ്ഞു. അച്ഛൻ എനിക്ക് നല്ല ഉപദേശം തന്ന് എൻ്റെ ജീവിതത്തിൻ്റെ പാപങ്ങൾ നീക്കി പാപക്ഷമ തന്ന് കുമ്പസാരം എന്ന കൂദാശ പരികർമ്മം ചെയ്തു. അതിനുശേഷം എൻ്റെ ജീവിതം കീഴ്മേൽ മറിഞ്ഞു. അഭിഷേകം കൊണ്ട് എൻ്റെ ദൈവം എന്നെ ചൊരിയുന്ന അനുഭവമാണ്. പിന്നെ എനിക്കുണ്ടായ കുറച്ച് അനുഭവങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവെക്കാം. ഒന്നാമത്തെ കാര്യം, ശരിയും തെറ്റും തിരിച്ചറിയുന്ന ഒരു വെളിച്ചം എപ്പോഴും എന്നെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തത്, എപ്പോഴും വചനം പഠിക്കുമ്പോൾ തന്നെ വചനം മനസ്സിലേക്ക് നിറഞ്ഞ് അത് സ്റ്റിക്കാവുന്നു, അവിടെ തന്നെ ഉറച്ചിരിക്കുന്നു. അതിനു മുമ്പ് എനിക്ക് വചനം പഠിക്കുമ്പോൾ തന്നെ വചനം അവിടെ സ്റ്റിക്കാവും. മൂന്നാമത്തത്, അഭിഷേകത്തോടെ എല്ലാം ചെയ്യാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കസേര മാറ്റിയിട്ടാൽ പോലും ഒരു കുർബാന അർപ്പിക്കുന്ന അതേ അനുഭവത്തിൽ, ദൈവാനുഭവത്തിൽ അഭിഷേകത്തോടെ എല്ലാം ചെയ്യാൻ സാധിക്കുന്നു. നാലാമത്തെ കാര്യം, പിണങ്ങിയിരുന്നവരോടെല്ലാം എൻ്റെ ഹൃദയം അലിഞ്ഞ് സ്നേഹം നിറഞ്ഞു. പിണങ്ങിയിരുന്നവരോടെല്ലാം സ്നേഹമായി. അഞ്ചാമത്തത്, തെറ്റ് ചെയ്യാതിരിക്കാനുള്ള ഒരു ശക്തി എന്നെ എപ്പോഴും വലയം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് തെറ്റ് ശരിയും, മറ്റേത് എന്ത് പറഞ്ഞാൽ അതും തെറ്റൊന്നുമല്ല, എന്ത് ചെയ്താൽ അതും സാരമില്ല, ഇങ്ങനെ ചിന്തിച്ചിരുന്നതാണ്. എന്നാൽ ഇപ്പോഴാകട്ടെ ഒരു കാര്യം ചെയ്താൽ അത് ദൈവത്തിന് ഇഷ്ടമാണോ, ദൈവത്തിന് ഇഷ്ടമല്ലേ എന്ന് പെട്ടെന്ന് തിരിച്ചറിയുന്ന ഒരു വെളിച്ചം അവിടെ പ്രവർത്തിക്കുകയാണ്. തെറ്റ് ചെയ്യാതിരിക്കാനുള്ള ഒരു ശക്തി എന്നെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആറാമത്തത്, പ്രാർത്ഥിക്കാൻ വലിയ ദാഹവും സന്തോഷവും. എപ്പോഴും പ്രാർത്ഥിക്കാൻ തോന്നാം. മറ്റേത് പ്രാർത്ഥിക്കാൻ ഇരുന്ന് 5 മിനിറ്റ് 10 മിനിറ്റ് കഴിയുമ്പോൾ വിരസത തോന്നുമായിരുന്നു. ഇപ്പം അത് മാറി, പ്രാർത്ഥിക്കാൻ വലിയ ഉത്സാഹവും സന്തോഷവും. ഏഴാമത്തത്, ഞാൻ നോർത്ത് ഇന്ത്യ എത്തിക്കഴിഞ്ഞപ്പോൾ എൻ്റെ കേന്ദ്രത്തിൻ്റെ അടുത്ത് ഒരു നല്ല കുമ്പസാരക്കാരനെ ദൈവം കൊണ്ടുവന്നു. അവിടുത്തെ ചാർജായിട്ട് നല്ലൊരു അച്ഛനെ ഈശോ കൊണ്ടുവന്നു. എട്ടാമത്തത്, ചില പ്രത്യേക ശുശ്രൂഷകളുടെ വരം എൻ്റെ കൈകളിലൂടെ വ്യാപരിക്കുന്നതായി അനുഭവപ്പെടുന്നു. 8 അത്ഭുതകരമായ ദൈവിക, പിന്നെ രോഗശാന്തികൾ വേറെ, ഒരുപാട് കാര്യങ്ങൾ ഉറവ പൊട്ടി ഒഴുകി വരണത് മാതിരി ഈ അച്ഛൻ്റെ ജീവിതത്തിലേക്ക് അങ്ങോട്ട് നിറയുകയാണ്. നിറക്കെ പറഞ്ഞ ഹല്ലേലൂയ. ഈ അച്ഛൻ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് 2 തവണ 5 ദിവസം നീണ്ടു നിൽക്കുന്ന റെസിഡൻഷ്യൽ റിട്രീറ്റ്സ് ഇവിടെ കൂടി അച്ഛനാണ്. അപ്പോഴൊക്കെ നന്നായിട്ട് ധ്യാനിക്കും, നന്നായിട്ട് പ്രാർത്ഥിക്കും, എല്ലാം ചെയ്യും. പക്ഷേ ഒരു ജീവിതത്തിൽ ഒരു എന്തോ ഒരു സാധനം കുറവ് പോലെ. ഈ ധ്യാനവും കൂടി എല്ലാം നന്നായിട്ട് ചെയ്തു പോയതാണ്. കാരണം എന്താ, ലോകം വിതച്ച ചില കളകളുണ്ട്. ചില ശുശ്രൂഷ നല്ലതല്ല, അതൊക്കെ പൊട്ടയാ, ഇതൊക്കെ തട്ടിപ്പായിരിക്കും, ഇങ്ങനത്തെ ഒരു ചിന്ത അങ്ങോട്ട് ലോകം വിതച്ചു. അത് വലിയ പാപമാണ്. എന്നിട്ട് ഇത് മറ്റുള്ളവരോട് പറയുകയും ചെയ്യുക. അതെ, അവരെ അത് ശരിയൊന്നുമില്ല, പോണ്ട തട്ടിപ്പെന്നൊക്കെ പറയുക. എന്നിട്ട് ഇതിങ്ങനെ പറയണത് പാപമാണെന്ന് തോന്നാതിരിക്കുക, ഇത് ദൈവത്തിനെതിരായ ഒരു പ്രവൃത്തിയാണെന്ന് തോന്നാതിരിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ നമ്മുടെ ആത്മീയ ജീവിതം തകർക്കാൻ സാത്താൻ വളരെ കൗശലപൂർവ്വം പ്രയോഗിക്കുന്ന ചില കൗശലങ്ങളാണ്. ഇത് വിദ്യാർത്ഥികൾ എന്ന നിലയിൽ അനേകം കുട്ടികളുടെ ഉള്ളിൽ ഇത് സാത്താൻ വിതച്ചിട്ടുണ്ട്. കുടുംബനാഥൻ എന്ന നിലയിൽ, പഠിക്കുന്ന യുവാവ് എന്ന നിലയിൽ, യുവതി എന്ന നിലയിൽ, കോളേജ് സ്റ്റുഡൻസ് എന്ന നിലയിൽ, ശുശ്രൂഷകർ എന്ന നിലയിൽ, വൈദികർ എന്ന നിലയിൽ, സിസ്റ്റേഴ്സ് എന്ന നിലയിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ സാത്താൻ ഇങ്ങനെയുള്ള പല കൗശലങ്ങൾ പ്രയോഗിച്ച് നമ്മുടെ ജീവിതം അഭിഷേകം പ്രാപിക്കുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് വചനം കേൾക്കുന്നു, ധ്യാനം കൂടുന്നു, പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ ഉള്ളിൽ ലോകം വിതച്ചിട്ടുള്ള ഈ കളചിന്ത, ഈ നുണചിന്ത അവിടെ ഭരിക്കുന്നത് കൊണ്ട് ഈ അഭിഷേകം വലിയ വിധത്തിൽ നമ്മൾ ശക്തി പ്രാപിക്കുന്നില്ല. ഇത് നമ്മൾ അങ്ങോട്ട് പറിച്ചു കളഞ്ഞാൽ,
ലോകം വധിച്ച കളകളും പാപത്തിന്റെ വേരുകളും പറിച്ചു കളഞ്ഞാൽ, യെശയ്യായുടെ പുസ്തകത്തിൽ 30-ാം അധ്യായം 22 മുതൽ 25 വരെ വാക്യങ്ങളിലുള്ളതുപോലെ വൻ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് സംഭവിക്കും. യെശയ്യ 30-ാം അധ്യായം 22 മുതൽ 25 വരെ വാക്യങ്ങൾ. അപ്പോൾ നിങ്ങളുടെ വെള്ളി പൊതിഞ്ഞ കൊത്തു വിഗ്രഹങ്ങളും സ്വർണം പൂശിയ വാർപ്പ് വിഗ്രഹങ്ങളെയും നിങ്ങൾ നിന്ദിക്കും. ദൂരെ പോകുവിനെന്ന് പറഞ്ഞ് നിങ്ങൾ അവയെ മലിന വസ്തുക്കൾ എന്നതുപോലെ എറിഞ്ഞു കളയും. അപ്പോൾ അവിടുന്ന് നീ വിതയ്ക്കുന്ന വിത്തിന് മഴ നൽകും, ധാന്യം സമൃദ്ധമായി വിളയും. അന്ന് നിന്റെ കന്നുകാലികൾ വിശാലമായ മേച്ചിൽപ്പുറങ്ങളിൽ മേയും. നിലമുഴുന്ന കാളകളും കഴുതകളും കോരിക കൊണ്ടും പല്ലുകൊണ്ട് ഒരുക്കിയതും ഉപ്പ് ചേർത്തതുമായ വൈക്കോൽ തിന്നും. എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ കാളകളും കഴുതകളും പോലും ഉപ്പും മുളകും വൈക്കോൽ അതൊക്കെ അടയുണ്ടാക്കുക. വൈക്കോലും കൊണ്ട് ഉപ്പും മുളകൊക്കെ ചേർത്ത് അടയുണ്ടാക്കുക. നമ്മുടെ വീട്ടിൽ ചക്കയടയൊക്കെ ഉണ്ടാക്കണില്ലേ? അല്ലെങ്കിൽ അതുപോലെ ഓരോ അടകള്. അതേമാതിരി വൈക്കോൽ കേക്ക്, വീട്ടിലെ കാളകളും കഴുതകളും കേക്ക് തിന്നുന്ന കാലം വരുമെന്ന് ദൈവവചനം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത്രമാത്രം സമൃദ്ധി. അതായത് നമ്മൾ തലകുത്തി മറിയുന്നത് കൊണ്ടല്ല നമ്മുടെ ജീവിത അഭിവൃദ്ധിയും ഉയർച്ചയും സന്തോഷവും വിശുദ്ധിയും കൃപയും നിറയണത്. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതങ്ങളിലേക്ക് അങ്ങോട്ട് ദൈവം വർഷിക്കുകയാണ്. അതിന് ദൈവം ആവശ്യപ്പെടുന്നതാണ് ഇങ്ങനെയുള്ള ഹൃദയത്തിൽ ലോകം വിതച്ചിരിക്കുന്ന ഇങ്ങനെയുള്ള കളകൾ നമ്മൾ പറിച്ചു കളയണം. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് ഒന്ന് ആരാധന നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, ഈ നിമിഷങ്ങളിൽ മുട്ടുകുത്തിയോ എഴുന്നേറ്റ് നിന്നോ ഭയഭക്തികളോടെ നമുക്ക് പ്രാർത്ഥിക്കാം. അനേക നാളുകളായുള്ള അനേക തരത്തിലുള്ള അന്ധകാരത്തിന്റെ ചിന്തകളെ കർത്താവ് തകർക്കുന്ന സമയമാണ്. രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ലോകം വിതച്ചുള്ള കളകളും പിശാച് വിതച്ചുള്ള കുതന്ത്രങ്ങളും ഹൃദയങ്ങളിൽ നിന്ന് ഇപ്പോൾ ഛിന്നഭിന്നമായി പോകട്ടെ. ദുഷ്ടശക്തിക്ക് പകർന്നു നൽകിയ ഭാഷണ്ഡതകൾ തകരട്ടെ. കുട്ടികളെ, യുവതിവാക്കന്മാരെ അലട്ടുന്ന ദുർചിന്തകളെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു. ജ്ഞാനശക്തിയിൽ ഉടഞ്ഞു ചിതറി സർവം നീങ്ങി പോകട്ടെ. ഛിന്നഭിന്നമാകട്ടെ. ജ്ഞാനശക്തിയിൽ ഉടഞ്ഞു ചിതറി സർവം നീങ്ങി പോകട്ടെ. കത്തട്ടെ നീ കത്തട്ടെ. ഓരോ കുടുംബങ്ങളെ ഇപ്പോൾ അനുഗ്രഹിക്കുന്ന കർത്താവേ, യുവതിവാക്കന്മാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബനാഥന്മാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സിസ്റ്റേഴ്സിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വൈദികരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുത ശക്തി ആഗതമാകട്ടെ. പുതിയ കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ.